നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കർ അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിന് ശേഷം. ജിതിൻ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ഥലമാറ്റ ഉത്തരവ് പുനഃപരിശോധിക്കുമെന്ന് പ്രസിഡന്റ് കെ ജയകുമാർ. 20 നിയമനങ്ങളിൽ ഭേദഗതി ഉണ്ടാകും. വിജിലൻസ് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്താനാകില്ലെന്നും ജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടി എടുക്കണമായിരുന്നുവെന്ന് പി രാജീവ്. സംസ്ഥാനത്ത് പകർച്ചപ്പനി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും സ്ഥിരം സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർ എസ് ലാൽ ചെയർമാനായി ഹൈപവർ കമ്മിറ്റി. ഓരോ സീസണിലും പകർച്ചപ്പനികളെ മുൻകൂട്ടി കണ്ട് നിയന്ത്രിക്കാൻ കലണ്ടർ തയ്യാറാക്കും. ജില്ലാതലത്തിൽ പ്രവർത്തിക്കാൻ മോണിറ്ററിംഗ് യൂണിറ്റും ആക്ഷൻ കമ്മിറ്റിയും. ഡ്രൈഡേക്കും ആലോചനയെന്ന് ആരോഗ്യമന്ത്രി. സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഇനി ഫാർമസികളിൽ നിന്ന് കപ്പ് സിറപ്പ് ഉൾപ്പെടെ ലഭിക്കില്ല. നടപടി മധ്യപ്രദേശിൽ വ്യാജ കപ്പ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച പശ്ചാത്തലത്തിൽ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന പരാതിയിൽ AP ജയരാജനെതിരെ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവ്. ജയരാജന് ക്ലീൻ ചിറ്റ് നൽകിയ പോലീസ് റിപ്പോർട്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. ഉത്തരവ് ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് പിണറായിയെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചെന്ന പരാതിയിൽ. ധാരണാപത്രം ഒപ്പിട്ടതോടെ സൈനിക നടപടികൾ അവസാനിപ്പിച്ച അമേരിക്കയും ഇറാനും. ഹോർമൂസിലെ ഉപരോധം അമേരിക്ക പിൻവലിച്ചു. ഹോർമൂസിൽ കാത്തുകിടക്കുന്നത് ഇന്ത്യയിലേക്കുള്ള 34 കപ്പലുകൾ. ക്രൂഡ് ഓയിൽ വില ബാരലിന് 80 രൂപയിലേക്ക് താഴ്ന്നു. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഒരാൾ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിൻ ഭാസ്കർ ആണ് അറസ്റ്റിലായത്. SIT നേരത്തെ ജിതിനെ ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യാനായി ഇന്ന് വീണ്ടും ജിതിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിലവിൽ നമുക്ക് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന പങ്കുവഹിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളെയാണ് നമ്മളിപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉറവിടത്തിലേക്കുള്ള അന്വേഷണത്തിൽ നമുക്ക് ഈ അറസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് കിട്ടിയ ശാസ്ത്രീയ ഫലങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണം നടത്തുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കസ്റ്റഡി വാങ്ങിച്ചിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോഴാണ് നമ്മൾ സോഴ്സിലേക്ക് എത്തുള്ളൂ. ആര് നിർമ്മിച്ചു എന്നതിലേക്കല്ല നിലവിലെത്തിയിട്ടുള്ളത്. നമ്മൾ പ്രചരണത്തിലാണ്. ഇതിൽ പ്രചരണത്തിലും അതുപോലെ അതിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കുവഹിച്ച ആളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിർമ്മിച്ച ആളിലേക്ക് എത്താനുള്ള ഭാഗമായിട്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അനഘ ചേരുന്നുണ്ട്. അനഘ, ഈ സ്ക്രീൻഷോട്ട് പോയത് ജിതിൻ ഭാസ്കറിന്റെ ഫോണിൽ നിന്നാണ് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഒപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ് ഈ കേസിന്റെ ഉറവിടമെന്ന് കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നിർണായകമായിരിക്കും? തീർച്ചയായും കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഇന്ന് നിലവിൽ ഒരാൾ ആദ്യത്തെ അറസ്റ്റ് നിലവിൽ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമായിട്ടുള്ള ജിതിൻ ഭാസ്കറിനെയാണ് ഇന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ നിലവിൽ വടകരയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനുശേഷം ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. 153A വകുപ്പ് പ്രകാരം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇദ്ദേഹത്തിനെതിരെ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അതായത് ഡിവൈഎഫ്ഐയുടെ വടകര സ്ക്വാഡ് എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആദ്യമായി ഇത്തരത്തിലുള്ളൊരു കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യപ്പെട്ടത്. ഈ ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ജിതിൻ ഭാസ്കർ. നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണനെയും ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. റിബേഷ് രാമകൃഷ്ണൻ വ്യക്തമാക്കിയത് ഈ ഗ്രൂപ്പിൽ നിന്നാണ്, അതായത് വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചത് എന്നുള്ളതായിരുന്നു. ഈ ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ജിതിൻ ഭാസ്കർ. ഇതിന് പിന്നാലെയാണ് വീണ്ടും ജിതിൻ ഭാസ്കറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി ഇന്ന് വീണ്ടും വിളിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹം
അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും 2024 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത്. വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്ന് ഈ കാഫി സ്ക്രീൻഷോട്ട്, അതായത് ഷാഫി പറമ്പിലിനെതിരെ ഈ വിദ്വേഷ പ്രചരണം നടത്തി എന്നതാണ് ഈ ആരോപണം ഉണ്ടായത്. ഏതായാലും നിലവിൽ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ജിതിൻ ഭാസ്കറിനെ ഈ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇത് എവിടെ നിന്നാണ്, അതായത് ജിതിൻ ഭാസ്കർ ആണോ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തത്, എങ്ങനെയാണ് ഈ പോസ്റ്റുകൾ നിർമ്മിച്ചത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവും എന്ന് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും നിലവിൽ ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമായിട്ടുള്ള ജിതിൻ ഭാസ്കറിന്റെ നിലവിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യഘട്ടമായി തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇദ്ദേഹത്തെ നിലവിൽ വടകരയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി ഇതിനുശേഷം ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. ഏതായാലും ജിതിൻ ഭാസ്കറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവും എന്ന് തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ശരി, വടകര കാഫി സ്ക്രീൻഷോട്ട് കേസിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിൻ ഭാസ്കറാണ് അറസ്റ്റിലായത്. SIT നേരത്തെ ജിതിനെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. എന്തായാലും നിർണായക തെളിവുകളുണ്ട് എന്നാണ് SIT വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഉറവിടം കണ്ടെത്തുന്നതിന് ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റ് ഏറെ നിർണായകമെന്നാണ് SIT വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനഘ. ദേവസ്വം ബോർഡിലെ വിവാദ നിയമന ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ അടിയന്തര ബോർഡ് യോഗത്തിൽ തീരുമാനം. 20 നിയമനങ്ങളിൽ ഭേദഗതി വരുത്തും. സ്വർണ്ണക്കൊള്ളക്കേസിൽ ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ ആരെയും മാറ്റി നിർത്താനാകില്ലെന്ന് ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. അതേസമയം കളങ്കിതരെ മാറ്റി നിർത്തണമെന്നും അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ബോർഡിനും പങ്കുണ്ടെന്ന് കരുതേണ്ടി വരുമെന്നും ദേവസ്വം മന്ത്രി മുന്നറിയിപ്പ് നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇറക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ സ്ഥലമാറ്റ ഉത്തരവ് വിവാദമായതോടെയാണ് മന്ത്രിയുടെ ഇടപെടലുണ്ടായത്. വിജിലൻസ് അന്വേഷണം നേരിടുന്നവരെയും ആരോപണ വിധേയരെയും പ്രധാന തസ്തികകൾ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുനഃപരിശോധിക്കാൻ മന്ത്രി K. മുരളീധരൻ നിർദ്ദേശിക്കുകയായിരുന്നു. പരാതിയും ആക്ഷേപവും വ്യാപകമായതോടെ അടിയന്തര ബോർഡ് യോഗം ചേർന്ന് സ്ഥലമാറ്റ ഉത്തരവ് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. 20 നിയമനങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചു. സ്വർണ്ണക്കൊള്ള സമയത്ത് ശബരിമല സെക്ഷൻ ക്ലാർക്കായിരുന്ന ശ്യാമിനെ വള്ളിയങ്കാവ് ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചതടക്കം ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ആരെയും മാറ്റി നിർത്താനാകില്ല എന്ന് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. നേരത്തെ ഉള്ള ഉത്തരവ് പുനഃപരിശോധിച്ച് അല്ലെങ്കിൽ അതിന് ചില ഭേദഗതികളോടുകൂടി, അത് ചില ഭേദഗതികളാണ് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇൻ പാർഷ്യൽ മോഡിഫിക്കേഷൻ ഓഫ് ദ ഏർലിയർ ഓർഡർ ന്യൂ ഓർഡേഴ്സ് ആർ ഇഷ്യൂ. അതാണ്. പിന്നെ ആരെങ്കിലും SIT വിളിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാളെ നമുക്ക് ഒന്നും സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒന്നും പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. ചോദ്യം ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വിജിലൻസ് ക്ലിയറൻസ് ഉള്ളത് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം കളങ്കിതരെ മാറ്റി നിർത്തണമെന്നും അല്ലാത്തപക്ഷം സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ബോർഡിനും പങ്കുണ്ടെന്ന് കരുതേണ്ടി വരുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ, കേസുകളിൽ സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്നവരെ ഒരൗദ്യോഗിക സ്ഥാനങ്ങളിൽ നിയമിക്കരുത്. പക്ഷേ ദേവസ്വം ബോർഡിന് സ്വയംഭരണാധികാരമുണ്ട്. ഞാൻ പറഞ്ഞ് കേൾക്കണമെന്നില്ല. അങ്ങനെ കേട്ടില്ലെങ്കിൽ ഈ കൊള്ളയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഗവൺമെൻറ്റിന് കണക്കാക്കേണ്ടി വരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന പ്രചരണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതായി CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ P. രാജീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും വെള്ളാപ്പള്ളി വിഷയത്തിലും വീഴ്ച പറ്റിയതായും രാജീവ് തുറന്നു പറഞ്ഞു. മലപ്പുറത്തെ EMSന്റെ ലോകം സെമിനാറിൽ പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു P. രാജീവ്. മലപ്പുറം അരീക്കോട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന EMSന്റെ ലോകം സെമിനാറിലാണ് P. രാജീവിന്റെ തുറന്നു പറച്ചിൽ. പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ലെന്ന് P. രാജീവ് തുറന്നു പറഞ്ഞത്. ഇക്കാര്യം പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടെന്നും രാജീവ് പറഞ്ഞു. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്, ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ നടപടി ആവശ്യമായിരുന്നുവെന്ന് രാജീവ് വ്യക്തമാക്കി. ശബരിമലയുടെ പ്രശ്നം, അതിൽ നമ്മൾ നടപടിയെടുക്കും, അതിൽ വീഴ്ച സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഭാവിയിൽ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന് മനസ്സിലായതായും തിരുത്തലുകളുമായി മുന്നോട്ടു പോകുമെന്നും രാജീവ് പറഞ്ഞു.
പുതിയ സാങ്കേതികവിദ്യയുടെ കാലത്ത് പുതുതലമുറയുമായി പാർട്ടിക്ക് വേണ്ട രീതിയിൽ സംവദിക്കാൻ സാധിച്ചില്ല. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ സംഘടന പ്രചരണ പ്രവർത്തനങ്ങളിൽ നമ്മളെക്കാൾ എത്രയോ മുൻപ് മറ്റ് ശക്തികൾ പോകുന്നു. ഇതെല്ലാം ജനാധിപത്യത്തെ എങ്ങനെ പുതിയ രൂപത്തിലേക്ക് മാറ്റുന്നു? ഇത്തരം ഗൗരവമേറിയ പ്രശ്നങ്ങളാണ് ഈ ഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ ഒരു തുടർച്ചയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയം പാർട്ടി ആഴത്തിൽ പരിശോധിക്കുന്നു എന്നതിന്റെ തെളിവാണ് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ തുറന്നു പറച്ചിൽ. അമൃത ന്യൂസ്, മലപ്പുറം. ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഇ.പി. ജയരാജനെതിരെ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. ഇ.പി. ജയരാജന് ക്ലീൻ ചിറ്റ് നൽകിയ പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിർണായക നടപടി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നിർദ്ദേശം. താൻ ഈ കേസിൽ പ്രതിയും പരാതിക്കാരനുമായിരുന്നില്ലെന്നും എന്തുകൊണ്ടാണ് കോടതി തന്റെ പേര് പറഞ്ഞത് എന്ന് അറിയില്ലെന്നുമാണ് ഇ.പി. ജയരാജൻ പ്രതികരിച്ചത്. 2022 ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേരെ പ്രതിഷേധിച്ചപ്പോൾ ഇ.പി. ജയരാജൻ മർദ്ദിച്ചുവെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതി. ഇത് അന്വേഷിച്ച പോലീസ് കേസ് അവസാനിപ്പിക്കാൻ ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ പരാതി തള്ളിക്കളയാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ജയരാജനും അദ്ദേഹത്തിന് ഗൺമാൻ അനിൽകുമാറിനുമെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ ഉത്തരവിടുകയായിരുന്നു. പുതിയ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസിന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതോടെ വിമാനത്തിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഇ.പി. ജയരാജൻ വീണ്ടും അന്വേഷണം നേരിടേണ്ടി വരും. കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആദ്യം മുതൽ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്ന കാര്യങ്ങളൊക്കെ പുനഃപരിശോധിക്കും. അതിനുശേഷം ഇ.പി. ജയരാജന്റെ അടക്കം മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. പ്രതിയും പരാതിക്കാരനുമൊത്ത തന്റെ പേര് കോടതി എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് അറിയില്ലെന്ന് ഇ.പി. ഇപ്പോൾ ഏതെല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരമൊരു നിലപാട് എന്താണ് സ്വീകരിച്ചത്, എന്താണ് ഇപ്പോൾ സ്വീകരിച്ച നടപടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൂടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാം. പക്ഷേ ഇത് ഒരു ഭീകരന്മാരുടെ സംഭവമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റ് സ്വാഭാവികമായും ഇത്തരം അക്രമങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടാണല്ലോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ അക്രമികളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഗവൺമെന്റും പോലീസുമാണ്. അവർ ചിലപ്പോൾ അവരുടെ അത്തരത്തിൽ ചില നിലപാടുകൾ സ്വീകരിച്ചേക്കും. ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പല നിലപാടുകളും അങ്ങനെയാണ്. നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസിന് സമാന്തരമായി ഇ.പി. ജയരാജനെതിരായിട്ടുള്ള അന്വേഷണവും നടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പകർച്ചവ്യാധികൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും ഭാവിയിൽ വ്യാപനം തടയുന്നതിന് ഹൈപ്പവർ കമ്മിറ്റിയെ നിയോഗിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ജില്ലാതലത്തിൽ ഔട്ട്ബ്രേക്ക് മോണിറ്ററിംഗ് യൂണിറ്റും ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിക്കും. നിപയിൽ 38 ടെസ്റ്റുകൾ നടത്തിയതിൽ 37 നെഗറ്റീവാണ്. ഈ വർഷം 146 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ആകെ 5 ഷിഗല്ല മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. ഷിഗല്ല കേസുകൾ ഇതുവരെയുള്ള അതിൽ ഒന്ന് ജില്ലയും ഈ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ജാനുവരി മുതൽ ഈ മാസം വരെയുള്ള ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 9 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്തു. ജാനുവരി മുതൽ ജൂൺ വരെ 16 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ മരണസംഖ്യയില്ല. കൊല്ലം ഈ മാസം 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജാനുവരി മുതൽ ജൂൺ വരെ 7 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ മരണമില്ല. ആലപ്പുഴ ഈ മാസം 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ ഞാൻ ടോട്ടൽ എന്ന് പറയുന്നത് ജാനുവരി ടു ജൂണാണ്. ആലപ്പുഴയിൽ ഈ മാസം 3 കേസ് റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 6 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് വീണ്ടും മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ പഞ്ചായത്തിലെ ഇരിങ്ങല്ലൂർ സ്വദേശിയായ 62-കാരന് രോഗം സ്ഥിരീകരിച്ചു. ഇയാൾ ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രദേശത്ത് പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട്. പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണമുള്ളവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. ജില്ലയിൽ 2ാമത്തെ മലേറിയ കേസാണിത്. ഇന്നലെ തിക്കൊടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഇയാൾ മധ്യപ്രദേശുകാരനാണ്. ഇയാൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ രോഗലക്ഷണമുണ്ടായിരുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. കൊല്ലത്ത് വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പോരുവഴി സ്വദേശിയായ 7 വയസ്സുകാരനാണ് രോഗം. സ്കൂളിൽ വിതരണം ചെയ്ത മലിനജലത്തിൽ നിന്നാകാം രോഗം പടർന്നതെന്ന സൂചനകൾക്കിടെ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വിദ്യാർത്ഥികളിൽ ഷിഗല്ല സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പുതിയ കേസും കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്തത്. 1.5 ആഴ്ച മുൻപ് 100-ലധികം വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഭക്ഷ്യവിഷബാധയേറ്റ കൊല്ലം 7-ാം മൈൽ സെന്റ് തോമസ് റെസിഡൻസ് സെൻട്രൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്കൂളിൽ വിതരണം ചെയ്ത പുറത്തുനിന്ന് എത്തിച്ച കുടിവെള്ളമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് കണ്ടെത്തൽ. സംഭവത്തെ തുടർന്ന് സ്കൂൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്.
അതേസമയം സ്കൂളിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. രോഗബാധിതനായ കുട്ടി ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യവകുപ്പ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തിവരുന്നു. കൂടുതൽ പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നും നിരീക്ഷണം തുടരുന്നു. മലിനജലത്തിലൂടെയാണ് ഷിഗല്ല ബാക്ടീരിയ പകരുന്നു എന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, കൊല്ലം. സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമാക്കി ഉത്തരവിറക്കി കേന്ദ്ര സർക്കാർ. ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഇനി ഫാർമസികളിൽ കപ്പ് സിറപ്പ് ഉൾപ്പെടെ ലഭ്യമാകില്ല. നേരത്തെ മധ്യപ്രദേശിൽ വ്യാജ കപ്പ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. രാജ്യത്തെ ഡ്രഗ്സ് ചട്ടങ്ങളിൽ നിർണായക ഭേദഗതി വരുത്തിയാണ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. കഫ് സിറപ്പുകൾ ഉൾപ്പെടെ ഒരു സിറപ്പും ഇനി ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നേരിട്ട് ഫാർമസിയിൽ നിന്ന് വാങ്ങാനാകില്ല. രാജ്യത്തെ എല്ലാ ഫാർമസികളും മെഡിക്കൽ സ്റ്റോറുകളും നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഗുണനിലവാരമില്ലാത്ത കഫ് സിറപ്പ് കഴിച്ച് കുട്ടികളും മുതിർന്നവരും മരിച്ച സംഭവങ്ങളിൽ ആരോഗ്യ മന്ത്രാലയം വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. വ്യാജ സിറപ്പിനൊപ്പം മരുന്നുകളുടെ അശാസ്ത്രീയവും അമിതമായ ഉപയോഗവും വ്യാപകമാണെന്ന് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരുന്നുകളുടെ അമിതോപയോഗവും പാർശ്വഫലങ്ങളും തടയാൻ ലക്ഷ്യമിട്ട് ഫാർമസികളിൽ നിന്ന് നേരിട്ട് സിറപ്പുകൾ വാങ്ങുന്നത് നിരോധിച്ചുകൊണ്ട് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഇത് സംബന്ധിച്ച കരട് വിജ്ഞാപനം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്തയെയും മകൻ ശരൺ എസ് കർത്തയെയും ED ചോദ്യം ചെയ്തു. CMRLും പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടിലാണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയെ ED ചോദ്യം ചെയ്തിരുന്നു. നാളെ ഹാജരാകാനാണ് വീണ EDക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ശശിധരൻ കർത്തയുടെ മകളും നിപുണ ഇന്റർനാഷണൽ ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറുമായ ഷിബി കർത്തയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഭാര്യയെയും മകനെയും ചോദ്യം ചെയ്യുന്നത്. CMRL കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ശരൺ എസ് കർത്ത. CMRL, എംപവർ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഡയറക്ടറാണ് ജയ എസ് കർത്ത. PMLA ആക്ട് 50 പ്രകാരമാണ് ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. SFIO കണ്ടെത്തലുകളും ED ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. CMRLന് എക്സാലോജിക് നൽകിയിട്ടുള്ള സേവനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചോദിച്ചറിയുക. പ്രതിപക്ഷ നേതാവിന്റെ മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ T വീണയ്ക്ക് എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 2 തവണയായി 50 ലക്ഷം രൂപ വായ്പ നൽകിയിരുന്നു. T വീണയെ നാളെ ED വിളിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് വീണ സാവകാശം തേടുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. നീറ്റ് UG പുനഃപരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. അതേസമയം പുനഃപരീക്ഷ 1 മാസം നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ NTA-ക്ക് നിവേദനം നൽകി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ടെലിഗ്രാമിന് ഇന്ത്യയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ ഈ മാസം 21 നടത്താനുള്ള ക്രമീകരണങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും വിദ്യാഭ്യാസ മന്ത്രാലയവും നടത്തിവരികയാണ്. ഇതിനിടയിലാണ് നീറ്റ് പുനഃപരീക്ഷയ്ക്കെതിരെ ഡോക്ടർ മംഗള കൊഹ്ലി എന്ന വ്യക്തി സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത്. ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കിയതും 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനവും ഏകപക്ഷീയമാണെന്ന് ഹർജിയിൽ വാദിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേസ് നാളെ പരിഗണിക്കും. അതേസമയം പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTA-ക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി. പഠിക്കാൻ ആവശ്യമായ സമയം ലഭിക്കാത്തതിനാൽ 1 മാസത്തേക്ക് പരീക്ഷ നീട്ടിവെക്കണമെന്നാണ് ആവശ്യം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതായും 1500ഓളം വിദ്യാർത്ഥികൾ ഒപ്പിട്ട നിവേദനത്തിൽ പറയുന്നുണ്ട്. പുനഃപരീക്ഷയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. പരീക്ഷാ നടത്തിപ്പിലും ചോദ്യപേപ്പർ സൂക്ഷിക്കുന്നതിലും NTA മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മുട്ടിൽ മരമുറി കേസിൽ മരങ്ങൾ ലേലം ചെയ്യാൻ അനുമതി നൽകി കോടതി. 4 കോടി രൂപ മൂല്യം വരുന്ന മരങ്ങൾ ലേലം ചെയ്യാനാണ് അനുമതി. പിടിച്ചെടുത്ത മരങ്ങൾ വനം വകുപ്പിന്റെ കുപ്പാടി ഡിപ്പോയിലാണ് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത്. മരക്കൊമ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ പൂർണ്ണമായ കണക്ക് അവതരിപ്പിക്കാൻ പ്രതികളോടും പോലീസിനോടും കോടതി ആവശ്യപ്പെട്ടു. കൊമ്പുകൾ അടക്കമുള്ള മരത്തിന്റെ മറ്റു ഭാഗങ്ങൾ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്.
സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കീഴിലുള്ള പത്തനംതിട്ട കോന്നി CFRD കോളേജിൽ വാട്ടർ ടാങ്കിൽ ചത്ത ഉടുമ്പും ചത്ത പാമ്പും. വെള്ളത്തിന് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ നടത്തിയ പരിശോധനയിലാണ് ചത്ത ഉടുമ്പിനെയും ചത്ത പാമ്പിനെയും കണ്ടെത്തിയത്. ടാങ്കുകൾ വൃത്തിയാക്കുന്നതിനായി കോളേജിന് 2 ദിവസത്തെ അവധി നൽകി. കോന്നി CFRD കോളേജിലെ വാട്ടർ ടാങ്കിന്റെ മുകളിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഈ കാട് കയറി കിടക്കുന്ന സ്ഥലമാണ് കോളേജിന്റെ വാട്ടർ ടാങ്ക്. നിലവിൽ ഏതാണ്ട് 140ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ കോളേജിൽ വിദ്യാർത്ഥികൾ മുഴുവൻ ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ്. ഇതിലാണ് ഒരു ഉടുമ്പിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഷിഗല്ല പോലെ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്താണ് ഇത്ര അലക്ഷ്യമായി വൃത്തികേടായി ഈ വാട്ടർ ടാങ്ക് സൂക്ഷിച്ചിരിക്കുന്നത്. ശുചിമുറികളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കോളേജിലെ വാട്ടർ ടാങ്ക് പരിശോധിക്കുന്നത്. കാട് വെട്ടിത്തെളിച്ചാണ് വിദ്യാർത്ഥികൾ വാട്ടർ ടാങ്കിനരികിലേക്ക് ചെന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചത്ത ഉടുമ്പിനെ കണ്ടത്. ടാങ്ക് വൃത്തിയാക്കിയിട്ട് കാലങ്ങളായെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ടാപ്പ് തുറന്നപ്പോൾ മണം വന്നായിരുന്നു. അപ്പം അങ്ങനെയാണ് സംശയത്തിൽ ഞങ്ങൾ മണ്ടൽ ടാങ്ക് നോക്കിയത്. നേരെ ചൊവ്വേ പ്രൊട്ടക്റ്റഡ് അല്ല ഏരിയ. നോർമലി വന്നു കഴിഞ്ഞാൽ വീടുന്നൊരു സ്ഥിതി നിൽക്കുവാണത്. യൂണിയൻ മാറി മാറി വരുമ്പോൾ അവർ ലെറ്റർ കൊടുക്കാറുണ്ട്, AOയ്ക്കും പ്രിൻസിപ്പലിനും ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അവരൊരു ഇതും ഇതുവരെ ചെയ്തിട്ടില്ല. കോളേജ് ക്യാമ്പസ് കാട് പിടിച്ച നിലയിലാണ് എന്നും കാട് വെട്ടിത്തെളിക്കാൻ പലതവണ പരാതി നൽകേണ്ട അവസ്ഥയാണ് എന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇവിടെ സ്ഥിരമല്ല. ഓരോ മാസത്തേക്ക് ഓരോ നമുക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കൊരു ബേസിക് ഫെസിലിറ്റീസ്, അതായത് നമ്മൾ ഇത്ര പൈസ കൊടുത്ത് നമ്മൾ ചെയ്തിട്ട് നമുക്കൊരു ബേസിക് ഫെസിലിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് തന്നെ നമുക്കുള്ള വിഷയങ്ങൾ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ചത്ത ഉടുമ്പിനെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി. ചത്ത അഴുകിയ നിലയ്ക്ക് പിള്ളേർ വിളിച്ചപ്പോഴായിരുന്നു നമ്മൾ കണ്ടത്. അതിനെ ഇപ്പം നമ്മളിപ്പം കോന്നി വെറ്ററിനറി ഓഫീസറെ അടുത്ത് കൊണ്ടുപോകും. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. ടാങ്കുകൾ വൃത്തിയാക്കാൻ കോളേജിന് 2 ദിവസത്തെ അവധി നൽകിയതായി പ്രിൻസിപ്പൽ അറിയിച്ചു. ഫുഡ് ടെക്നോളജി ബിരുദാനന്തര കോഴ്സുകളിലായി 140ഓളം വിദ്യാർത്ഥികളാണ് കോളേജിൽ പഠിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കൊല്ലം KSRTC ഡിപ്പോയുടെ നവീകരണ പദ്ധതിയെ ചൊല്ലി പുതിയ വിവാദം. അപകടാവസ്ഥയിലായ ഡിപ്പോ കെട്ടിടം പൊളിച്ച് പുതിയ സമുച്ചയം നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ അനിശ്ചിതത്വം. പദ്ധതിയുടെ നിലവിലെ രൂപരേഖയോട് കൊല്ലം MLAയും മന്ത്രിയുമായ ബിന്ദു കൃഷ്ണ വിയോജിപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് ആശങ്കകൾ ഉയരുന്നത്. നൂറുകണക്കിന് ആളുകൾ ദിവസേന ആശ്രയിക്കുന്ന കൊല്ലം KSRTC ഡിപ്പോ ഇങ്ങനെ അപകട ഭീഷണിയിലായിട്ട് വർഷങ്ങൾ പിന്നിട്ടു. കോൺക്രീറ്റ് അടർന്നു വീഴുന്ന മേൽക്കൂരകളും തകർച്ചയുടെ വക്കിലെത്തിയ തൂണുകളും ചോർന്നൊലിക്കുന്ന മുറികളുമായി ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന നിലയിലാണ് ഡിപ്പോ കെട്ടിടം. 10 കോടി രൂപ ചെലവിൽ ഡിപ്പോ പൊളിച്ചുപണിയാൻ കഴിഞ്ഞ സർക്കാർ തീരുമാനമെടുത്തെങ്കിലും ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നതിനിടെയാണ് പദ്ധതിയുടെ നിലവിലെ രൂപരേഖയിൽ ചില ആശങ്കകൾ ഉയർന്നത്. താലൂക്ക് കച്ചേരി ജംഗ്ഷൻ പ്രദേശത്ത് പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടുന്ന രീതിയിലുള്ള നിർമ്മാണം നടപ്പാക്കിയാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമെന്നും സമീപത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുമാണ് നിലവിലെ MLAയും മന്ത്രിയുമായ ബിന്ദു കൃഷ്ണയുടെ നിലപാട്. അതേസമയം തീരുമാനം നീളുന്നത് വലിയ ആശങ്കയ്ക്കാണ് വഴിവെക്കുന്നത്. ഏത് നിമിഷവും വലിയ ദുരന്തത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയിലാണ് യാത്രക്കാരും ജീവനക്കാരും. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ ജീവൻ ഭരണത്തോടു കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഏത് നിമിഷവും ഇതിന്റെ മുകളിൽ നിന്ന് ഇത് നിലംപത്താം. ഇവിടെ യാത്രക്കാർക്ക് യാതൊരു സുരക്ഷിതത്വമില്ല, ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരന് യാതൊരു സുരക്ഷിതത്വമില്ല. അത് നിങ്ങൾ ഈ ബിൽഡിംഗ് മൊത്തം ഒന്ന് നോക്കിയാൽ കാണാം. ഈ ഇലക്ഷൻ അടുപ്പിച്ചുകൊണ്ട് ഈ കെട്ടിടം പുതുതായിട്ട് പണിയുന്നു, മുകളിലോട്ട് മാറ്റി പണിയുന്നുണ്ട് വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലക്കൊണ്ട് ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തി. പക്ഷേ യാതൊരുവിധ പ്രയോജനമില്ല. അതെ, പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമില്ല. ഒരു 2-3 മാസത്തിന് മുന്നേ ഒരു ബസ് റിവേഴ്സ് എടുത്ത വഴിക്കാണ് ഒരു യാത്രക്കാരൻ ഇവിടെ അയാളുടെ തലയിലൂടെ ബസ് കയറി ഇറങ്ങി മരിച്ചത്. കടപ്പാക്കടയിലുള്ള പല അനുഭവങ്ങളാണ് ഇവിടെ. യാത്രക്കാർക്ക് ഇരിക്കാനോ ഒന്ന് പേടി കൂടാതെ ഇരിക്കാൻ പറ്റുന്നില്ല. നിർമ്മാണ പദ്ധതി സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനിടെ സുരക്ഷിതമായ പുതിയ കെട്ടിടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ജീവനക്കാരും യാത്രക്കാരും. ജീവൻ കയ്യിലെടുത്താണ് നൂറുകണക്കിന് ആളുകൾ ദിവസവും കൊല്ലം KSRTC ഡിപ്പോ ഉപയോഗിക്കുന്നത്. ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നത് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുമ്പോഴും ഭിന്നശേഷിക്കാർക്ക് 5 വർഷം കൂടുമ്പോൾ അവരുടെ പാസ് പുതുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രായം ചെന്ന ഭിന്നശേഷിക്കാർക്കുൾപ്പെടെ ഇത് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ഭിന്നശേഷി കൂട്ടായ്മയുടെ പരാതി. കോഴിക്കോട് നിന്നും MM രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. 5 വർഷം കൂടുമ്പോഴാണ് ഭിന്നശേഷിക്കാർക്ക് KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നതിനുള്ള പാസ് പുതുക്കേണ്ടത്. ഇനി ഇത് 2028 പുതുക്കേണ്ടത്. അതേസമയം മുൻപ് ഇത്തരമൊരു സാഹചര്യമല്ല ഉണ്ടായിരുന്നതെന്നും തുടർച്ചയായി 2 ഇടത് സർക്കാർ മാറി വന്നെങ്കിലും അതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടായില്ലെന്നും ഭിന്നശേഷി കൂട്ടായ്മ പറയുന്നു. സ്ഥിരം ഭിന്നശേഷിക്കാർ സ്ഥിരം പാസ് ഇപ്പോൾ 5 വർഷം കൂടുമ്പോൾ പുതുക്കണ്ട. പുതുക്കുന്ന സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 20,000 രൂപയാണ് അവർ പറയുന്നത് ആ ഫോമിൻ്റെ അകത്ത്.
അപ്പം നമ്മളെ പെൻഷൻ തന്നെ 24,000 രൂപയുണ്ട്. ഇപ്പം ഭൂരിഭാഗം ആളുകൾക്ക് ഇത് ലഭിക്കില്ല. ശാരീരിക വൈകല്യമുള്ള 50% ആളുകൾക്ക്. അപ്പോൾ എനിക്ക് സ്ഥിരം വൈകല്യമാണ്. എന്നെപ്പോലുള്ള എത്രയോ ആളുകളുണ്ട്, അവർക്ക് സ്ഥിരം പാസ് കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് വലിയ ഒരു ഗുണമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ കേരള അതിർത്തി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ ഫുൾ ചാർജ് കൊടുക്കണം. KSRTCൻ്റെ പാസ് നമ്മളെ ബസ് കയറി കഴിഞ്ഞാൽ മുത്തങ്ങ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ചാർജ് കൊടുക്കണം. വയനാട്ടിൽ പോകണം. അങ്ങനെ ഓരോ ജില്ലൻ്റെ അല്ല സംസ്ഥാനത്തിൻ്റെ ബോർഡറുണ്ട്. അത് മാറ്റിയിട്ട് ശരിക്കും പാസഞ്ചർ പോലെ തന്നെ എക്സ്പ്രസ്സിൽ ഞങ്ങൾക്ക് പാസ് തരാൻ ഞങ്ങളൊരു അഭ്യർത്ഥന. നിലവിൽ ഭിന്നശേഷിക്കാർക്ക് ജോലി ലഭിക്കുന്ന സാഹചര്യങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് ഇടത് സർക്കാർ പാസ് പുതുക്കുന്നതിന് 5 വർഷം എന്ന നിബന്ധന വെച്ചത്. പ്രായമായവർക്കുൾപ്പെടെ ഇത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഭിന്നശേഷി കൂട്ടായ്മയുടെ പരാതി. പുതിയ UDF സർക്കാർ തങ്ങളുടെ ആവശ്യം പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭിന്നശേഷി കൂട്ടായ്മ. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. വന്യജീവി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ തുടർച്ചയായി കൊല്ലപ്പെടുന്നതിന്റെ ആശങ്കയിലാണ് പീരുമേട് അരണക്കല്ലിലെ കർഷകരും തോട്ടം തൊഴിലാളികളും. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ 1 മാസത്തിനിടെ 7 കന്നുകാലികളെയാണ് കൊന്നത്. മൂന്നാറിൽ നിന്ന് പിടികൂടിയ കടുവയെയാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടത്. ഇത് പിന്നീട് അരണക്കല്ലിലെ ജനവാസ മേഖലയിൽ എത്തുകയായിരുന്നു. കടുവയെ പിടികൂടാൻ 3 കൂടുകൾ സ്ഥാപിച്ചിട്ടും ഫലമുണ്ടായില്ല. കൂട് വെച്ച ശേഷവും കടുവ പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. ഈ പശുക്കളെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ അവർ ഉപജീവിതന്മാരാണ്. 500 രൂപ ശമ്പളമേ എസ്റ്റേറ്റ് കിട്ടുന്നുള്ളൂ. 500 രൂപ ശമ്പളം കിട്ടുന്ന 1 ലിറ്റർ പാൽ ഇവിടെ കൊടുത്താൽ ആകെ കിട്ടുന്നത് 50 രൂപയാണ്. അവരുടെ പിള്ളേർക്ക് ഒരു വണ്ടിക്കൂലി, അവരുടെ സ്കൂൾ ഫീസ് കൊടുക്കാനായിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ജനങ്ങളാകെ ഭീതിയിലാണ്. അരണക്കൽ മേഖലയിലെ തോട്ടം തൊഴിലാളികൾ ഉപജീവനത്തിനായി കന്നുകാലികളെയും വളർത്തുന്നവരാണ്. എന്നാൽ കടുവയുടെ ആക്രമണം മൂലം പശുക്കളെ മേയാൻ പോലും പുറത്തേക്ക് വിടാൻ ഇവർക്ക് ഭയമാണ്. ഞങ്ങൾ പശു കൊണ്ടാണ് ജീവിതം. നമുക്ക് ഇതുപോലെ എപ്പോഴും കടുവ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ജീവിതമാർഗം വേണ്ടേ? അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഒന്ന് മാറ്റാനോ അല്ലാതെ പിടിക്കാനോ ഉള്ള സംവിധാനം ഉണ്ടാക്കണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ ഉപജീവന മാർഗമായ കന്നുകാലികൾ വന്യമൃഗങ്ങൾക്ക് ഇരകളാകുന്നതിന്റെ ആശങ്കയിലാണിവർ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. പോലീസിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പുമായി നടി അൻസിബ ഹസൻ. തന്റെ പരാതികളിലെ പോലീസ് നടപടിക്കെതിരായാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രതികരണവുമായി അൻസിബ രംഗത്തെത്തിയത്. നിയമം അറിയാഞ്ഞിട്ടാണ് സിസ്റ്റം വിചിത്ര നടപടികൾ കാട്ടിക്കൂട്ടുന്നത് എന്ന് വിശ്വസിക്കാൻ താൻ വിഡ്ഢിയല്ല എന്നും പ്രതികളും സിസ്റ്റവും ചേർന്ന് കാട്ടിക്കൂട്ടുന്ന ഈ നാടകങ്ങളിൽ ഭയപ്പെടുന്നില്ല എന്നും അൻസിബ ഫേസ്ബുക്കിൽ കുറിച്ചു. സിസ്റ്റത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടെന്നും പോലീസ് നടത്തുന്ന പ്രഹസനങ്ങൾ പ്രതികളെ സംരക്ഷിക്കാനുള്ള വെറും നാടകമാണെന്നും അൻസിബ പറയുന്നു. രജിസ്റ്റർ ചെയ്യാത്ത കേസിൽ എങ്ങനെ പ്രതികളുടെ മൊഴിയെടുത്തു എന്ന് അൻസിബ ചോദിക്കുന്നു. വരാനിരിക്കുന്ന നടപടികളിലെ പ്രതികാരം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നുവെന്നും നീതിയിലേക്കുള്ള യാത്രയിൽ താൻ ഒറ്റയ്ക്കാണെന്നും അൻസിബ കുറിച്ചു. തിരുവനന്തപുരത്ത് പ്രണയം നിരസിച്ചതിനെ തുടർന്ന് 16-കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കന്യാകുളങ്ങര സ്വദേശിനിയായ 16-കാരിയാണ് കഴുത്തിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. പനവൂർ സ്വദേശിയായ ഫഹദാണ് ആക്രമണം നടത്തിയത്. കഴുത്തിന് പരിക്കേറ്റ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ പെൺകുട്ടി പുസ്തകം വാങ്ങാനായി പുറത്തിറങ്ങിയ സമയത്താണ് ആക്രമണമുണ്ടായത്. ഈ സമയം പ്രദേശത്ത് കാറിൽ കാത്തുനിന്ന സഹദ് പെൺകുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ചായിരുന്നു ആക്രമണം. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെ സഹദ് കാറിൽ കയറി രക്ഷപ്പെട്ടു. രക്ഷപ്പെടുന്നതിനിടയിൽ ഇയാളുടെ കാർ മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയും ചെയ്തു. സംഭവത്തിൽ വട്ടപ്പാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആലുവ തോട്ടക്കാട്ടുകരയിൽ 32 കിലോ കഞ്ചാവ് പിടികൂടി. 3 പേർ കസ്റ്റഡിയിൽ. രാവിലെ 8 മണിയോടെ ഓട്ടോറിക്ഷയിലെത്തിയ 3 ബംഗാൾ സ്വദേശികളിൽ നിന്നാണ് 32 കിലോ കഞ്ചാവ് പിടികൂടിയത്. സഹിൻ, ജുവൽ, റഫീഖ് എന്നിവരാണ് പിടിയിലായത്. ബംഗാളിൽ നിന്ന് ട്രെയിനിൽ എത്തിച്ചതാണ് കഞ്ചാവ്. ഇടപ്പള്ളിയിൽ എത്തിച്ചു കൊടുക്കാനായി യാത്ര ചെയ്യുന്നതിനിടയിലാണ് പിടിയിലായത്. മലയാളിയായ ഓട്ടോ ഡ്രൈവർ അബദ്ധത്തിൽപ്പെട്ടതാണെന്ന് മൊഴിയുണ്ട്. തൂഫാനിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് വലിയ തോതിലുള്ള കഞ്ചാവ് പിടികൂടിയത്. SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര പരാതിയുമായി SFI ഏരിയ കമ്മിറ്റി അംഗമായ യുവതി. ജില്ലാ സെക്രട്ടറി K. അനുരാഗ് യുവതിക്ക് അശ്ലീല സന്ദേശങ്ങളും ദൃശ്യങ്ങളും അയച്ചെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിക്കാണ് SFI ഏരിയ കമ്മിറ്റി അംഗമായ യുവതി പരാതി നൽകിയത്. SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായ അനുരാഗ് പലതവണ അശ്ലീല സ്വഭാവമുള്ള ചിത്രങ്ങളും സന്ദേശങ്ങളും അയച്ചു എന്ന് CPM ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. പാർട്ടി തലത്തിൽ പരാതി സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചതായാണ് സൂചന.
കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് സൗജന്യ ചികിത്സ ഒരുക്കി കൊച്ചി അമൃത ആശുപത്രി. വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെ സേവനമാണ് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ മരുന്നുൾപ്പെടെ സൗജന്യമായാണ് നൽകുന്നത്. ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊട്ടിയൂരിലെത്തുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം പലവിധ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ഉണ്ടാവാറുണ്ട്. അവർക്ക് 24 മണിക്കൂർ നേരവും നിസ്വാർത്ഥമായ സേവനം നൽകുന്നത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഈ സംഘത്തെ നയിക്കുന്ന ശ്രീകുമാർ സാറാണ്. സാർ, കുറേ ദിവസമായി ഇവിടെ ഇത്തരത്തിൽ സേവനം നൽകി വരികയാണ്. എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ഭക്തർക്ക് ഒരുക്കി നൽകുന്നത്? നമ്മൾ കൊട്ടിയൂരെ ഭക്തർക്ക് വേണ്ടിയിട്ട് ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ നിർദ്ദേശപ്രകാരം 12-ാം തീയതിയോട് കൂടി 3ഓളം ഡോക്ടർമാർ ഇവിടെ പ്രവർത്തിച്ചിരുന്ന സംഘത്തോടൊപ്പം ചേരുകയുണ്ടായി. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരു പേഷ്യൻറ്റിനെ നമുക്ക് ഏത് ഘട്ടത്തിലും റിവൈവ് ചെയ്ത് റെസിസ്റ്റേറ്റ് ചെയ്ത് നമുക്കൊരു അടുത്ത ഹയർ സെൻറ്ററിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യത്തോടും കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. എല്ലാ മരുന്നുകളും നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്, തികച്ചും സൗജന്യമായിട്ട് തന്നെ. ഇപ്പോൾ നമ്മുടെ എയിംസിൽ നിന്ന് 3ഓളം ഡോക്ടർമാരും പിന്നീട് ഒരു സീനിയർ ഡോക്ടറും, അങ്ങനെ 4 ഡോക്ടർമാരും, അതേപോലെ 2 എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻസ്, പിന്നെ 2 സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഇത്രയും പേര് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്രാവശ്യം ഒരു ഹൈബ്രിഡ് മോഡലിലാണ്. നമ്മൾ കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ, ഹയർ സ്പെഷ്യാലിറ്റിയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ടെലിമെഡിസിൻ വഴി നമ്മുടെ എയിംസിലെ ഡോക്ടർമാരുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ചികിത്സ നിർണ്ണയിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മെഡിസിൻ ഉൾപ്പെടെയുള്ളവ ഈ ഇത്തരത്തിലെത്തുന്ന ആവശ്യത അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ടല്ലേ? കൊടുക്കുന്നുണ്ട്. നമ്മൾ സൗജന്യമായിട്ട് തന്നെ മെഡിസിൻ എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷീണിച്ച് തളർന്നു വീഴുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ ഫ്ലൂയിഡുകളും അതിനു വേണ്ടുന്ന എല്ലാ ചികിത്സകളും നമ്മൾ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും അതിവിപുലമായ സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഈ അമൃത ഹോസ്പിറ്റൽ ഒരുക്കിയിട്ടുള്ളത്. നിരവധി ഡോക്ടർമാർ, അവരെ സഹായിക്കാനായി ടെക്നീഷ്യന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അവർ നിസ്വാർത്ഥമായ സേവനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരുക്കി നൽകിയിരുന്നത്. മാത്രമല്ല 24 മണിക്കൂറും ഇത്തരത്തിൽ സേവനം നൽകുകയാണ് അമൃത ഹോസ്പിറ്റൽ, കൊച്ചിയിലെ എയിംസ് ഹോസ്പിറ്റലിലെ അധികൃതരും അതുപോലെ തന്നെ ജീവനക്കാരും. എന്തായാലും ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ പലവിധ വലിയ നീണ്ട നിരയിലുള്ള ക്യൂവിൽ മൂലം ആളുകളൊക്കെ കുഴഞ്ഞു വീഴുന്ന സംഭവങ്ങളൊക്കെ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം ഈ ഇത്തരത്തിലുള്ള ഈ സഹായഹസ്തം അത് ഭക്തർക്ക് തന്നെ വലിയ രീതിയിലുള്ള അനുഗ്രഹപ്രദമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഒരു വലിയ വിഭാഗം ഡോക്ടർമാരുടെ നിസ്വാർത്ഥ സേവനം അത് ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അനുഗ്രഹപ്രദമാവുകയാണ്. മാത്രമല്ല ഇവിടെ നിന്ന് ഇത്തരത്തിൽ കൂടുതൽ സേവനം ആവശ്യമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ കൂടി ഇത്തരത്തിൽ ഡോക്ടർമാരുടെ സംഘം ഒരുക്കി നൽകിയിട്ടുണ്ട്. എന്തായാലും നിരവധിയായിട്ടുള്ള ആളുകളാണ് ദിവസേന ഈ മെഡിക്കൽ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ സ്വീകാര്യത ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹപ്രദമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്നാണ് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്.